യൽഹറു സുൻഉ റബ്ബി ഫിൽ മാഇ വഫിൽ തെല്ലി വഫിൽ ജബൽ. എന്താണ്? അപ്പോ മാവിന്റെ ബഹുവചനം കിട്ടാന് ആ പാഠഭാഗത്തിലേക്ക് അവന് വീണ്ടും പോകും. അവിടെ ചെല്ലുമ്പോൾ അവന് കണ്ടെത്തി പോരാൻ പറ്റും. ഏത്? മിയാഹ്. ഇല്ലേ? ഇത് അധ്യാപകന് പരീക്ഷയ്ക്കും ചോദിക്കാൻ പറ്റും. മാവിന്റെ ജമ്മ എന്താണ്? മാവ് എന്ന് എഴുതിയിട്ട് എങ്ങനെ ജമ്മ് എന്ന് എഴുതിയിട്ട് മിയാഹ് എന്ന് എഴുതുക? ആ ചിഹ്നം ചേർത്ത് എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു ജീം ഇട്ടിട്ടാണ് എഴുതേണ്ടത്. എന്താടാ ജീം എന്ന് പറഞ്ഞത്? എന്തിന്റെ ഷോർട്ട് ഫോം? എന്റെ വീട്ടുപേര് PK എന്നല്ലേ, അതിനൊരു ഫുൾ ഫോം ഉണ്ടാവൂലേ? എന്നതുപോലെ ഈ ജീമിനില്ലേ ഒരു ഫുൾ ഫോം. എന്താടാ അത്? ജം. എന്താണ്? ജം. ഓക്കെ. അപ്പൊ അങ്ങനെ പോവും. ഒഫിൽ തെല്ലി ഒഫിൽ ജബലി. ഇതിനൊക്കെ ഓരോ സമയത്ത് അവൻ ഈ പാഠഭാഗത്തേക്ക് റീവിസിറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ അവന്റെ വീട്ടിലുള്ള വർക്കുകളാക്കി കൊടുക്കണം. എന്നിട്ട് അവൻ ചെയ്തു വരിക സ്വന്തമായിട്ട്. അടുത്ത പാഠഭാഗം നോക്കൂ നിങ്ങൾ. എന്താണ്? നോക്കൂ നിങ്ങൾ അതിന്റെ ഹെഡിങ്. നിങ്ങൾ പറയും എന്താ ഹെഡിങ്? എന്താ? നൻലുമു വനു അൻവിൻ. എന്താ നൻലുമു? പാടാം. അത് നുൻസിതും അല്ലേ? നമുക്ക് പാടാം, അതുമല്ല. പദ്യമുണ്ടാക്കാം. നൻലുമു എന്ന് പറഞ്ഞാല് നമുക്ക് പദ്യമുണ്ടാക്കാം, കവനം നടത്താം. കവനം നടത്തുന്നവനാണല്ലോ കവി, അല്ലേ? വാക്കുകളെ അതിമനോഹരമായി ആശയനിബിദ്ധമായി കോർത്തെടുക്കുന്നവനാണ് കവി. കവനം ചെയ്യണം അവിടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നൻലുമു, നമുക്ക് കവിതയുണ്ടാക്കാം. എന്നിട്ടോ വനു അൻവിനു, ഒരു തലക്കെട്ട് നൽകാം. ആ തലക്കെട്ട് നൽകാൻ ഈ ചിത്രത്തിൽ ഒരു വെള്ള പ്രതലം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അതൊന്നും കാണാത്ത അധ്യാപകന് ആ ഏരിയയിലേക്കൊന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാനോ ശ്രദ്ധ ക്ഷണിക്കാനോ കഴിയില്ല. കഴിയോ? ഇല്ല. പിന്നെ ഇനി ഇവിടെ നോക്കൂ. ഫിസ്വൈഫി വാ ഡാഷ്. ഇപ്പുറത്ത് ഫിൽ അർളി വാ ഡാഷ്. മുകളിൽ കുറച്ച് സാധനം തെരയുമ്പോൾ നേരത്തെ കിട്ടിയ ആസ്വാദനത്തിന്റെ വലിയൊരു തലം അവൻ റീതിങ്ക് ചെയ്യും. എന്തായിരുന്നു? ഇവിടെ വെച്ച് ഫിൽ അർളി ഫിസ്സമായി ഫിസ്സുബ്ഹി ഫിൽ മസാഇ എന്ന രൂപത്തില് വിദഗ്ധമായി കൈകാര്യം ചെയ്യാവുന്ന പദങ്ങളുണ്ടോന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഫിസ്വൈഫി വശിതാഇ ഫിൽ അർളി വസ്സമായി ശിതാഇ സമായി, അല്ലേ? പിന്നെ അടുത്തതോ ഫിൽ ബർദി വൽ ഹറൂരി. പിന്നെ ആ പദ്യത്തിന്റെ ഒരു സ്വാഭാവികമായ ആവർത്തനാണ് യൽഹറു സുൻഉ റബ്ബി, യൽഹറു സുൻഉ റബ്ബി. ഇനി അടുത്തത് ഫിൽ ഡാഷി വത്തുയൂരി ഫി അൽ ഫറാഗ്. ഫറാഗ് എന്ന് പറഞ്ഞ ഡാഷ്, വത്തുയൂരി. ഫറാഗ് അവിടെ ഞാൻ ഫറാഗ് എന്ന് പറഞ്ഞത് എന്തിനാണ്? നമ്മള് അറബി ഇതൊക്കെ എടുക്കുമ്പോ ഫി ഡാഷ് വത്തുയൂരി എന്ന് പറയുമ്പോ അവൻ കേക്കട്ടെ, ഡാഷിനൊരു സംഭവം നമ്മളെടുത്തുണ്ട്. എന്താണ്? ഫറാഗ്. അതാണ് ഫറാഗ്. മനസ്സിലായോ? ഡാഷ് എന്ന് പറഞ്ഞ വാക്കില്ലേ? എന്താ ഡാഷ് പറഞ്ഞാല്? ഒഴിഞ്ഞ സ്ഥലം. വേറൊരു അർത്ഥമുണ്ട് ഡാഷിനറിയോ? കണ്ട വെറുതെ ചിരിക്കുന്നു. 100 meters ഡാഷ്. എന്താണ്? സ്പോർട്സിന്റെ ദിവസങ്ങളിൽ നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഐറ്റം 100 meters ഡാഷ്. ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? 100 മീറ്റർ ഓട്ടം. ഡാഷ് DASH അർത്ഥം ഓട്ടം എന്ന് അർത്ഥമുണ്ട്. ഡാഷ് ബോർഡ് അതെന്താണ്? എവിടെ ഉപയോഗിക്കുക ഡാഷ് ബോർഡ്? ഡാഷ് ബോർഡ് എന്ത് ഏരിയയിലാണ് പറയുന്നത്? ഡാഷ് ബോർഡ് വാഹനത്തിന്മേൽ ഡാഷ് ബോർഡ് ഉണ്ടാവുക?
ആ കോണ്ടെക്സ്റ്റ് പറയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിയാക്കിൽ നിന്ന് അർത്ഥം വരുന്നു. അപ്പൊ ആ ഡാഷ്ബോർഡിന്റെ ഒരു സിയാക്ക് ഏതാന്ന് പറയും. ഡാഷ് ആ അവിടെ നടക്കുന്ന ആ പ്രക്രിയയുമായിട്ട് ആ ഡാഷിന് ബന്ധം ഉണ്ടാവും. മൗസിന് എലിയായിട്ട് ബന്ധമുണ്ട്. അതിന്റെ നീണ്ട വാലുണ്ടായിരുന്നു പണ്ട്. എപ്പോഴാണ് അതിന്റെ ഓടിപ്പോകാൻ പറ്റുന്നവര് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇതുണ്ടാവും സംഗതി, എന്തെങ്കിലും ഒരു കണക്ഷൻ ഇല്ലാതെ വീഡിങ് കൊടുക്കുക. അത് ആ കോണ്ടാക്ട് വെച്ചിട്ട് ഒന്ന് ലിങ്ക് ചെയ്താൽ മതി, കിട്ടും. പിന്നെ മറ്റത് പിന്നെ റബ്ബി. പിന്നെ അടുത്തത് ഫിൽ ഫർഹി ഒത്തുയൂരി. ഫർഹ് പറഞ്ഞാൽ അറിയില്ലേ? ചിക്സ്, കിളിക്കുഞ്ഞുങ്ങള്, പക്ഷിക്കുഞ്ഞുങ്ങൾക്കാണ് ഫർഹ് എന്ന് പറയാ. പിന്നെ ഒത്തുയൂരി പക്ഷികളിലും. പിന്നെ കണ്ട തുയൂരി സുഹൂരി, നേരത്തെ അവൻ കണ്ടതും അവനെ അനുഭവഭേദ്യമാക്കിയതും എടുത്ത് പ്രയോഗിക്കും. പിന്നെ ഫില്ലൈലി വന്നഹാരി യൽഹറു സുൻഉ റബ്ബി. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഹെഡിങ് ഇതിന് കൊടുക്കാൻ പറഞ്ഞാൽ, ഒരു തലക്കെട്ട് എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത് കുട്ടിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അവൻ ഇവിടെയും ആ കാര്യത്തിൽ ഒരളവോളം വിജയിക്കും. 100% വിജയിക്കൂലെങ്കിലും. ഒരു കഥക്ക് തലക്കെട്ട് നൽകുക, ഒരു ചിത്രത്തിന് അടിക്കുറിപ്പ് നൽകുക എന്നൊക്കെ പറഞ്ഞത് വളരെ ഹൈ ടാസ്ക് ആണ്. നമ്മൾ വിചാരിച്ച പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. അതൊരു ടാസ്ക് ആണ്. അപ്പൊ ആ കുട്ടി എളുപ്പം പിടിക്കുക വെച്ചൊരു കാര്യമല്ല അത്. അതിനവന് ഘട്ടമായി ഇങ്ങനെ ചെറുതായിട്ട് അവനെ ശ്രദ്ധയിൽ കൊടുക്കണം. എവിടുന്നൊക്കെയാണ് ഈ ടൈറ്റിലുകൾ എടുക്കുന്നത്? ഈ ടൈറ്റിലും പാഠഭാഗങ്ങളും കൂടി കണക്ഷൻ വേണ്ടേ? അപ്പൊ ഏത് ആശയമാണ് ഇതിലുള്ളത്? അപ്പൊ അതിൽ നിന്ന് വളരെ മനോഹരമായി ചെയ്യാവുന്ന ഒരു ടൈറ്റിൽ എന്താണ് എന്നൊക്കെ അവന്റെ ഒരു അഞ്ചികമായ പ്രായത്തിൽ ചെയ്യാം. അല്ലാതെ കുറെ വലിയ ഇതൊന്നും പിന്നെ സിദ്ധാന്തങ്ങളൊന്നും അവനെ ഇതാക്കണ്ട, ഇടങ്ങാറാക്കണ്ട. അപ്പൊ ഇത്രയും ആ പദ്യഭാഗങ്ങളിലൂടെ ആസ്വാദനത്തിന്റെ തലങ്ങളിൽ കൊണ്ടുവന്ന് അവനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കടത്തി കൊണ്ടുവന്ന് ഒരു പദ്യവും അവന് വേർഡുകൾ സപ്ലൈ ചെയ്തു കൊടുത്ത് നിർമ്മിക്കാനുള്ള അവസരവും അതിന് ഹെഡിങ് നൽകാനും അതിന് യോജിച്ച ഒരു ചിത്രവും പാഠപുസ്തകത്തിൽ കൊടുത്തു വെച്ചു. ഓന്റെ ഒരു സാധനത്തിന് ഒരു ചിത്രവുമില്ല, വേറുള്ളതിനൊക്കെ നല്ല ചിത്രവും. അപ്പൊ ഇവനൊരു പദ്യം ഉണ്ടാക്കിയല്ല, അതിനതാ വർണ്ണ ഒരു ചിത്രം അവിടെ കണ്ടില്ലേ? അപ്പൊ ഈ രീതിയിൽ അവൻ ആത്മസംതൃപ്തിയോടുകൂടി ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ കിട്ടിയത്. ഓക്കെ, ഇനി ഈ പാഠത്തിലുള്ള പിന്നെ എന്താണ് പദങ്ങളൊക്കെ ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും അടുത്ത പേജിൽ മഅനിൽ മുഫ്രദാത്ത് പേജ് നമ്പർ 36 ഒരു വഹദ, ഒരു യൂണിറ്റിൽ. അപ്പൊ നമ്മുടെ യൂണിറ്റിനെ നിങ്ങൾ പരിചയപ്പെട്ടപ്പോ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് അറിയില്ല. ഒരു കുടുംബം ഒരു യൂണിറ്റാണ്. ഒരു കുടുംബം ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റിൽ ആരൊക്കെ ഉണ്ടാവും? ഉമ്മ, പാപ്പ, സഹോദരൻ, സഹോദരി, വല്യപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരെയൊക്കെ തീർത്ത് നിർത്തുന്ന ശക്തമായ ഒരു രക്തബന്ധം എന്ന് പറയുന്ന ഒരു കണ്ണി ഉണ്ടാവും. അവിടെയാണ് നമ്മളെ ഈ ടീമും. ഒരു യൂണിറ്റിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിർത്തുന്ന ഒരു ടീം, ഒരു കേന്ദ്ര ആശയം തവക്കുൽ എന്ന് പറഞ്ഞ ഒരു സാധനം യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ തവക്കുലിലൂടെ അവൻ റബ്ബിനെ കാണുകയും ആ റബ്ബിന്റെ മനോഹരമായ സാന്നിധ്യം ആകാശങ്ങളിലും ഭൂമിയിലും അവൻ കണ്ടെത്തി ആസ്വദിക്കുകയും ചെയ്താണ് ഈ യൂണിറ്റ് പര്യവസാനിച്ചത്. ഓക്കെ ഉണ്ടോ? ഇങ്ങനെ വളരെ മനോഹരമായി നമ്മൾ പാഠഭാഗത്തെ അപഗ്രഥിക്കുമ്പോഴാണ്, തഹ്ലീൽ ചെയ്യുമ്പോഴാണ്
ആ പാഠഭാഗത്തിന്റെ ആ യൂണിറ്റിന്റെ ആത്മാവ് എന്താണ്, വാട്ട് ഈസ് ദ സോൾ ഓഫ് ദിസ് യൂണിറ്റ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അങ്ങനെ ആസ്വദിച്ച ഒരു അധ്യാപകനാണ് കുട്ടിക്ക് അതാതിൻ്റെ ഘട്ടങ്ങളിൽ വളരെ കൃത്യമായി അതിങ്ങനെ സൂചന നൽകാൻ കഴിയുക. ഒക്കെ നമ്മൾ തുറന്ന് പറഞ്ഞു കൊടുക്കരുത്. ഞങ്ങളുടെ സമയക്കുറവാണ് ഇതൊക്കെ തുറന്ന് പറഞ്ഞു തരുന്നത്. ഇതെല്ലാ സാധനങ്ങളും നിങ്ങൾ ഇങ്ങോട്ട് പറയും, നമ്മളെ മുമ്പിൽ സമയം ഉണ്ടെങ്കിൽ. ഒരു കുട്ടിക്ക് 365 ദിവസം നിങ്ങളെ മുമ്പിൽ കിട്ടുന്നുണ്ട് പല വിഷയങ്ങളിലായിട്ട്. ഇതൊന്നും പഠിപ്പിക്കാൻ സമയമില്ല എന്നുള്ള അത്തരത്തിലുള്ളൊരു ധാരണയൊന്നും വെച്ച് പുലർത്തേണ്ട കാര്യമല്ല. വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ എടുക്കുന്ന പാഠഭാഗങ്ങൾ നന്നായി എടുത്തു കൊടുത്താൽ അടുത്ത പാഠഭാഗങ്ങൾ അധ്വാനം കുറയും. സ്വയം കുറെ കാര്യങ്ങൾ ചെയ്യൂല, ചെയ്യും, ഉറപ്പാണ്. അപ്പൊ നിങ്ങളുടെ ആ ബോഡി സ്ട്രെയിനൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നിങ്ങൾ വെറും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടോ ഒരു മെൻഡർ ആയിട്ടോ ഓരോ കൂടെ ഇങ്ങനെ ഉണ്ടായാൽ മതി. എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കാനും അവനെ സ്വാധീനിക്കാനും കഴിയണം. ഓരോ കുട്ടിക്കും തോന്നണം ഈ ഉസ്താദിന്, ഈ ടീച്ചർക്ക് എന്നോട് വല്ലാത്ത എന്തോ ഒരു സ്നേഹമുണ്ട് എന്നുള്ളത്. ആ സ്നേഹം കുട്ടിയെ അറിയിക്കുകയും സൂചിപ്പിക്കുകയും വേണം. വളരെ കരുതലോടെ, പ്രത്യേകിച്ചും ജെൻസ്, ആ സ്നേഹം വഴിവിട്ടു പോകാതെ കുട്ടി തെറ്റിദ്ധരിക്കാതെ സൂക്ഷിക്കുകയും വേണം. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടുന്ന് പോയാൽ PhD കൊടുക്കുകയാണ് കുട്ടിക്ക്. ബാഡ് ടച്ച് ഏതാണ്, ഗുഡ് ടച്ച് ഏതാണ്, അതോ PhD കൊടുക്കാൻ കുറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പം കുട്ടിക്കും ആൺകുട്ടിക്കും ഒക്കെ. അപ്പൊ അത്തരത്തില് നമ്മൾ വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഈ കാര്യം നിർവഹിച്ചാൽ അതിന് ടോപ്പായിട്ടുള്ള ഒരു പ്രസന്റേഷനോ റബ്ബ് തരും, ഉറപ്പാണ്. പിന്നെ ഇനി നിങ്ങളെ മുമ്പിൽ ഒരു പേപ്പർ എത്തും ഇപ്പൊ തന്നെ. ആ പേപ്പർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ചിത്രമാണ് അതിലുണ്ടാവുക. നേരത്തെ മാതിരി നിങ്ങളെ ബേജാറാക്കുന്ന ഒരു സംഗതി അതിലില്ല. അതാ ഞാനത് തരാപ്പോ. ഇതാ നിങ്ങൾക്ക് സ്ഥലം ലഭിക്കാൻ വേണ്ടി ആ പുസ്തകം ഒന്ന് അടച്ചു വെച്ചോളൂ, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അടച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് അവിടെ വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടാൻ. നിങ്ങളെ കയ്യില് ഒരു കോംപ്ലിക്കേറ്റഡ് പിക്ചറാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെന്തെന്ന് നമുക്ക് പറയാം? പല ചിത്രങ്ങളുടെയും ഒരു കൊളാഷ് ആണിത്. കൊളാഷ് ആണിത്. കൊളാഷിന്റെ സ്പെല്ലിംഗ് എന്താണെന്നറിയോ? ഓരോന്നും എന്തും നിങ്ങളോട് ഇങ്ങനെ രസകരമായി ചർച്ച ചെയ്യാനുള്ള താല്പര്യം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ട് പറയാം. COLLAGE ആണ്. അത് EG ആവുമ്പോ കലാലയം എന്നാവും, കോളേജ് ആവും. മറ്റത് കൊളാഷ്, ഉച്ചാരണം മാറും. കൊളാഷ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഇമാതിരിയുള്ള ഓരോ സംഗതികൾ
ഒക്കെപ്പാടെ ഒരു സാമ്പാറാക്കിയിട്ട് തന്നിട്ട് ഉള്ളൊരവസ്ഥ. ഇതിന്റെ ടൈറ്റിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്തിനാണ്. ഏറ്റവും മുകളിലുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കൂ. സുവരി അല്ലേ? ഇതൊരൊറ്റ ചിത്രമാണെങ്കിലും ഈ ചിത്രത്തിന്റെ ഉള്ളിൽ ധാരാളം ചിത്രങ്ങളുണ്ട്. അതുകൊണ്ട് സുവർന്ന് ഉപയോഗിക്കാം. സുവരി, ഈ ചിത്രങ്ങളിൽ നിന്ന് ജീവികളുടെ കെഷ്പ്, കെഷ്പ് കണ്ടുപിടിക്കല. അപ്പൊ കെഷ്പ് എന്ന് പറഞ്ഞാല് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കാം. ഹയവാനാത്ത് അല്ലെ? ജീവികളുടെ ഒരു പട്ടിക നമുക്ക് തയ്യാറാക്കാം ഇങ്ങനെ സുവരി ചിത്രങ്ങളിൽ നിന്ന്. എന്തൊക്കെ കോളങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? എന്തൊക്കെ കോളങ്ങളാണ് നൽകിയിട്ടുള്ളത്? താഴെ പട്ടികക്ക് വേണ്ടി എന്തൊക്കെ കോളം നൽകിയിട്ടുണ്ട്? താഴെ പട്ടികയാക്കാൻ എന്തൊക്കെ കോളം തന്നിട്ടുണ്ട്? അന ഹയവാനുൻ ബർരിയുൻ, ഞാൻ എന്താണ്? കരയിലെ ജീവിയാണ്. അന ഹയവാനുൻ മാഇയുൻ, ഞാൻ വെള്ളത്തിലെ ജീവിയാണ്. അന ഹയവാനുൻ ബർമാഇയുൻ, കരയിലും വെള്ളത്തിലുള്ള, അതിനെന്താ പറയാ? ഉഭയജീവി, ആംഫിബിയൻസ് പറയും, ഉഭയജീവി. ഇങ്ങനെ ചില വാക്കുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്താ പറയാ ഇംഗ്ലീഷിൽ? ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചക്ക് കഴിക്കുന്നതിനോ ലഞ്ച്. ഇതിന്റെ രണ്ടിനും കൂടി നടുക്ക് രാവിലെ ഇല്ല ഉച്ചക്കുമില്ല, അതിന്റെ ഇടക്ക് പോയിട്ട് നല്ല ജാമാക്കി വരുന്നതിന് എന്ത് പറയും? ഫ്രഞ്ച്. ഫ്രഞ്ച്. അതായത് രാവിലത്തെ ചായന്റെ സമയത്ത് കിട്ടിയിട്ടില്ല, പിന്നെ ഉച്ചക്കോട്ട് പോകാനും മനസ്സില്ല, അതിന്റെ ഇടക്കാണ് ചാൻസ്, അപ്പൊ പോയിട്ട് നല്ല തെമ്മിച്ച് വരിക. ആ ഒരു ഭക്ഷണത്തിനാണ് എന്ത് പറയാ? ഫ്രഞ്ച്. രണ്ടിന്റെയും കപ്പാസിറ്റി അവിടെ കൊടുത്തു. എന്നതുപോലെ എല്ലാ ഭാഷയിലും ഇത്തരം വാക്കുകളുണ്ട്. ബർമായി, ബർമായി. അപ്പൊ നിങ്ങൾ ഇതിലുള്ള ജീവികളെ കണ്ടെത്തണമെങ്കിലേ കുറച്ച് പാടാണ്. ആദ്യം നിങ്ങൾ ഇതിന്റെ ജീവികളെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് മലയാളത്തിലൊന്ന് കൈകാര്യം ചെയ്തു വെക്കും. ഏതൊക്കെ ജീവികളുടെ അംശങ്ങൾ ഉണ്ടെന്ന്. അത് പെട്ടെന്ന് നടക്കുമല്ലോ, മലയാളത്തിലൊന്ന് എഴുതി വെക്കും. ആ മലയാളം ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ അതിന്റെ അറബിയും പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ ലൈനിൽ തന്നെ അത് അപ്പൊ തന്നെയാണ് കൊടുക്കുക. നിങ്ങളെ നോട്ട് ബുക്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. മലയാളത്തിൽ എന്തൊക്കെ ഉണ്ട് അതിങ്ങനെ എഴുതുന്ന കൂട്ടത്തില് അറബി ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ വരിയിൽ തന്നെ അപ്പൊ അറബിയും കൂറി വെക്കുക. ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സാധനത്തിന്റെ ആ ചിത്രത്തിൽ തന്നെ നിങ്ങളൊരു ചെറിയ കുഞ്ഞി ശരി കൊടുത്തോളൂ. ആ പേപ്പറിൽ നിങ്ങൾക്ക് ഞാൻ തന്ന വിതരണം ചെയ്ത ആ പേപ്പറിൽ അതിന്റെ ആ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശരി ഇട്ടുള്ളൂ. പിന്നെ അതിന്മേൽ ഇങ്ങനെ സമയം കളയണ്ട, വേറെ നോക്കാം. നമ്മളെ കൂടെയുള്ള കുട്ടികളൊക്കെ ഇടപെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഓരോ കയ്യിൽ കിട്ടിയ എന്തായിരിക്കും സ്ഥിതി?
ആ പേപ്പർ നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഞാൻ തന്ന പേപ്പർ, ആ ചിത്ര പേപ്പർ യൂസ് ചെയ്തോളൂ. അതാണ് ആ അറബിയാണ് അതിൽ എഴുതേണ്ടത്. അങ്ങനെയൊന്നും വേണ്ട. അത് അതിന്റെ ഹെഡിങ് കൊടുത്താണ്. ഞാൻ കരജീവി. നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? എന്തായാലും പിന്നെ ഈ വർക്ക് കുട്ടികൾ ഏറ്റെടുക്കും. എന്താ നിങ്ങളെ താല്പര്യം? നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? നിങ്ങളും കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഈ വർക്ക് കുട്ടികൾ ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കാം. എന്താ പറയാ, കുറച്ചൊക്കെ തീർച്ചയായിട്ടും ഏറ്റെടുക്കും. കുട്ടി ഇവിടെ അവൻ അനുഭവിക്കുന്ന പ്രയാസം എന്തായിരിക്കും? എനന്തിരിക്കാനാണോ? എനന്തിരിക്കാനാണോ? അല്ല, പിന്നെന്താണ്? കണ്ടുപിടിക്കാനാണ്. ഈ സാധനങ്ങളെ കണ്ടുപിടിക്കാൻ. ഏതെങ്കിലും കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ച് പൂർത്തിയായോ? ഏതെങ്കിലും കോളം, കരയോ കടലോ? ആ, എല്ലാം കിട്ടി. എല്ലാം കിട്ടി. ശരിക്ക് ഇത് നമ്മുടെ പാഠപുസ്തകത്തിലെ അവസാനത്തെ യൂണിറ്റിന്റെ ഭാഗമായി കൊടുത്തൊരു സംഗതിയാണ്. പരീക്ഷ അടുത്ത് വരിക, വളരെ അടുത്ത സമയത്ത് മറ്റ് പാഠഭാഗങ്ങളിലൊക്കെ സീരിയസ് ആയ പഠനങ്ങളൊക്കെ നിർവഹിച്ച് അവന്റെ ആസ്വാദനത്തിന്റെ ഒരു മേഖല, അതാണ് നമ്മുടെ 5-ാമത്തെ യൂണിറ്റ്. 5-ാമത്തെ യൂണിറ്റിന്റെ പാഠപുസ്തകം മറിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടോ നോക്കൂ. 5-ാമത്തെ യൂണിറ്റിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ചിത്രം നോക്കൂ. ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടോ? ഏത് പേജാന്ന് പറഞ്ഞു കൊടുക്കോ മറ്റവർക്ക്? അത് അവിടെ കണ്ടെത്തി. 76-ാമത്തെ പേജിൽ ഈ സാധനം ഉണ്ട് എന്നാ പറഞ്ഞത്. ആ പേജ് കയ്യിൽ കിട്ടിയപ്പോ ഇനി ഇത് വികസിപ്പിക്കാൻ നിങ്ങൾക്ക് വല്ല നിവൃത്തിയുണ്ടോ? ആ പേജ് കയ്യിൽ കിട്ടിയില്ലേ? പാഠപുസ്തകത്തിന്റെ പേജ്. പാഠപുസ്തകത്തിന്റെ പേജ് കിട്ടിയപ്പോ ഇത് വികസിപ്പിക്കാൻ കഴിയോ? ഈ കയ്യിലെ പേപ്പർ കിട്ടോ? കിട്ടണില്ല. പറ്റും ഇല്ലേ? അതാണ് അവർ പറഞ്ഞത്, കുട്ടികൾ ചെയ്യുന്നു, കുട്ടിക്ക് പറ്റുന്നു. അപ്പോഴേ നമ്മളെ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് പറയാണ്, ഇവിടെ അധ്യാപകൻ ഇടപെടേണ്ട വല്ല മേഖലകളും വരുമോ ക്ലാസ്സിൽ? ഈ പേജ് കൊടുത്താലും ഈ ചിത്രം കണ്ടാലും അധ്യാപകൻ ഇടപെടേണ്ട സന്ദർഭം എന്തായിരിക്കും? ചില പദങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല,
സ്വാഭാവികമായും നമുക്ക് അവനോട് എന്ത് പറയാം? എടാ മോനെ, ആ ഡിക്ഷണറി ഒന്ന് നോക്കിക്കൂടെ മോനെ? നിങ്ങളുടെ ബുക്കിലില്ലേ? അത് നോക്കിയാലോ? നോക്കി നോക്കൂ. ഓരോ പാഠത്തിന്റെയും അവസാനം ഡിക്ഷണറി ഉണ്ടല്ലോ. ആ ഡിക്ഷണറി ഒന്ന് നോക്കടാ, അതിലുണ്ടോ നോക്ക്. ഏ ഇതൊന്ന് പോട്ടെ, അത് ബ്ലോക്ക് ആകട്ടെ. അപ്പളേ ഇപ്പൊ ആ പേജ് കിട്ടിയപ്പോ വല്ലതും നടക്കുവോ? അപ്പൊ നിങ്ങൾക്ക് എന്തേ പണിയുള്ളൂ? കുട്ടിയെ ഗൈഡ് ചെയ്യുക. കുട്ടിയെ ഗൈഡ് ചെയ്യുന്ന പണി. അതാണ് അധ്യാപകനെ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഒരുക്കി നൽകുന്നവന്, അല്ലെങ്കിൽ ഒരുക്കി വെച്ച ഇടം സൂചിപ്പിച്ചു കൊടുക്കുന്നവന്. നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികള് ഇതൊന്നും നോക്കാതെ അവന്റെ മുൻധാരണ വെച്ച് ആ മുഫ്രദാത്തിന്റെ പേജിലേക്ക് അവന്റെ നിരീക്ഷണം പോണുണ്ടോ എന്നുള്ളത് കാത്തു നിൽക്കാനുള്ള ക്ഷമയെങ്കിലും നിങ്ങൾ കാണിക്കണം. ആദ്യം തന്നെ എടുത്തോളൂ, കളർ എടുത്തോളൂ. അതിന്റെ പേരുകൾ അറിയില്ലെങ്കിൽ പേജ് നമ്പർ എടുത്തോളൂ. അതിലുള്ള വാക്കുകൾ അർത്ഥം അറിയില്ലെങ്കിൽ മുഫ്രദാത്ത് നോക്കിക്കോളൂ, ഇത് കളർ എടുത്തോളൂ. ആ ജാതി പരിപാടി സ്വീകരിക്കും. അത് അവന്റെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്താനുള്ള അവന്റെ ശ്രമത്തിന്റെ മുകളിൽ ഉള്ളൊഴിക്കുന്ന പരിപാടി. അതാണ്. അത് നമ്മള് മുളകുണ്ടല്ലോ, അപ്പൊ നമ്മള് ഈ കോഴിമുട്ടല്ലേ, കോഴിമുട്ട അകത്തുനിന്നും പൊട്ടും പുറത്തുനിന്നും പൊട്ടും. അകത്തുനിന്നും പൊട്ടും എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്നും പൊട്ടും, മുറ്റത്തുനിന്നും പൊട്ടും എന്നല്ല. അല്ല, കോഴിമുട്ട ഉള്ളുന്നും പൊട്ടും പുറത്തുനിന്നും പൊട്ടും. അറിയില്ല, കണ്ടിട്ടില്ലേ? ഉള്ളുന്ന് പൊട്ടിയാൽ എന്താ സംഭവിക്കുക? ഒരു ജീവന്റെ തുടിപ്പുണ്ടാവും. പുറത്തുനിന്ന് പൊട്ടിയാലോ അത് ഒക്കെ പാടെ ചൂടാക്കിയിട്ട് ഓംലെറ്റ് ആക്കുക. നമ്മള് ഉള്ളിന്ന് കുട്ടിയെ പൊട്ടിക്കണം, അവിടെ ഒരു ജീവന്റെ തുടിപ്പ് വരട്ടെ. അത് തച്ചമർത്ത് ഓംലെറ്റ് ആക്കി പരുവാക്കിയിട്ട് എല്ലാം കൂടി കളർ കൊടുത്തിട്ട് പോയിക്കോ, ശരി, അങ്ങനെ കുട്ടിയാൽ. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും കുട്ടിയെ ചിന്തിപ്പിച്ച് അവന്റെ ഉള്ളിൽ നിന്ന് ചില വസ്തുതകൾ അങ്കുരിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അപ്പോളേ ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് പൂരിപ്പിക്കാൻ പറ്റും. ഒന്നും ലഭ്യമാകാത്തതില്ല. പിന്നെ ആ പാഠഭാഗത്തെ ഏത് പാഠഭാഗമാണ് ഈ യൂണിറ്റിനുള്ളത്, ഏത് പാഠഭാഗമാണ്? നിങ്ങൾ ഈ പാഠഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളേ. ഏതാണ്? പേജ് നമ്പർ പറയൂ. ഏറ്റവും അവസാന യൂണിറ്റ് കണ്ടോ? ആ അവസാന യൂണിറ്റിന്റെ മൊത്തം പേരെന്താ? മൊത്തം പേര് ആ ഒരു പലകയിൽ തൂക്കിയിട്ടുണ്ട്. പലകയില് ആഫിദു അലസ്തിഹ. എന്താണ് ആഫിദു അലസ്തിഹ എന്ന് പറഞ്ഞാല്? ആരോഗ്യം സംരക്ഷിക്കുക. ആരോഗ്യം എന്ന് പറഞ്ഞാല് നല്ല മസിലുകളാണോ? ശരീരത്തിന്റെ ആരോഗ്യം മാത്രമാണ് ആരോഗ്യം? മാനസികമായ ആരോഗ്യം ഇല്ലാത്തവന് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മാനസികമായ ആരോഗ്യം ഉണ്ടാക്കുക, ശാരീരികമായ ആരോഗ്യം ഉണ്ടാക്കുക, ഇതാണ് ഈ യൂണിറ്റിന്റെ ടൈറ്റില്. ഇതിനോട് തൊട്ടടുത്ത് വരുന്ന പാഠം നീതി പുലർത്തുന്നുണ്ടോ നോക്കൂ. അടുത്ത പേജില് ഇവിടെ ഇങ്ങനെ ആരോഗ്യം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായി വല്ല നീതി പുലർത്തുന്ന വർത്താനം ഉണ്ടോ? തൊട്ടടുത്ത പേജില്, വരാൻ പോകുന്ന പേജില്. അത് അധ്യാപകന്റെ പേജ് അല്ലാത്ത പാഠം വിരിയുന്ന പേജില് അവിടെ ഒരു സീറോ ടെക്സ്റ്റ് ഉണ്ട്. സീറോ ടെക്സ്റ്റ് നീ കണ്ടാല് അയാളെ വെറുതെ വിടരുത്.
നാളെ രാവിലെ നമ്മൾ കുറെ വർക്ക് എടുത്തതാണ്. ഇതിനും നിങ്ങൾ ചില മുന്നൊരുക്കങ്ങളോടെ വരണം. പത്രങ്ങളിലെ മനോഹരമായ കട്ടിംഗ് ഒക്കെ ഇതിന് ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് സമയമില്ലാത്തതുകൊണ്ട് പേജ് നമ്പർ പേജ് 68 ഒന്ന് നോക്കുവോ? പേജ് 68, പേജ് 68. ഇവിടെ ആരോഗ്യം സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാഠം രൂപപ്പെടുന്നുണ്ട്. എന്താണ് ആ പാഠം? അൽ മുസാബഖ, അൽ മുസാബഖ അല്ലേ? ആര് തമ്മിലുള്ള മത്സരാണ്? പ്രവാചകനും പ്രിയതമയും തമ്മിലുള്ള ഒരു മത്സരം. ഹദീസിലുള്ള ഒരു സംഗതിയാണ് അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കും, നിങ്ങൾ ഒന്ന് ഓടിച്ച്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, 7 വരിയാണുള്ളത്. ആ 7 വരി എന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. കങ്കാരുവിന്റെ പേര് നെറ്റില് അറബിയില് പിന്നെ പല രൂപത്തിൽ വരുന്നുണ്ട്. അതിൽ ഒരു രൂപം മാത്രമാണ് നമ്മൾ സ്വീകരിച്ചത്, അൻവർ എന്നുള്ളത്. കങ്കരു, മറ്റേ ഒരു കുറെ സംഗതിയിലൊക്കെ വരുന്നുണ്ട്. അറബി ഈ പദങ്ങൾ അങ്ങനെയാണല്ലോ, അറബിയിലേക്ക് എടുക്കുക, അറബിന്റെ ഒരു മൗൾഡിലിട്ട് എടുക്കും. നേർക്കുനേരെ പറയുന്ന പരിപാടി അവർക്കില്ല. ബസ്സിന് ബസ് എന്നാണ് നമ്മൾ പറയും, ഒരു ബസ് അങ്ങനെ പറയാം. യൂതിയ, ഷാഹിന, യൂതി എന്നും പറയും. അപ്പൊ അത് അതിൻ്റെതായ ഒരു രൂപം. അപ്പൊ ഇനി ഞാൻ പറഞ്ഞത് ഈ പാഠഭാഗം, ഈ കേന്ദ്ര ആശയമുണ്ട് ആരോഗ്യം പരിപാലിക്കുക എന്ന് പറഞ്ഞ്, അതിനോട് ബന്ധമുണ്ടല്ലോ, ചെറിയ ബന്ധമുള്ളൂ. അതല്ല, ഇത് പ്രവാചകനിൽ നിന്ന് ഉള്ള ഒരു അധ്യാപനത്തിന്റെ ഒരു അടര് അവിടെ അല്ലേ ഉണ്ട്. അങ്ങനെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും ഈ പരിപാടികൾ പറ്റുമെന്ന് പറയുമ്പോൾ അതിലേക്കും കൂടിയല്ലേ നല്ലത്. ഇപ്പോ ഈ ഇത്തരം ആഘോഷ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഈദൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ആരോഗ്യ പരിപാടികളൊക്കെ നമ്മളെ മുറ്റത്ത് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. നമ്മളെ എളാപ്പാന്റെ മക്കള്, മൂത്താപ്പാന്റെ മക്കള് എല്ലാവരും കൂടി വരുമ്പോൾ അതും പറ്റും. ബന്ധങ്ങളെ ഊഷ്മളമാക്കാനൊക്കെ പറ്റൂലേ? നമ്മളെ മദ്രസയുടെ മുറ്റങ്ങളും ഇതിനൊക്കെ സാക്ഷിയാകാൻ പറ്റൂലേ? സ്പോർട്സിന്റെ രംഗങ്ങളിലൊക്കെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ നമ്മളെ മദ്രസക്ക്, അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പറ്റൂലേ? പിന്നെ തൊട്ടടുത്ത പേജുകളിലേക്ക് പിന്നെ പോകുമ്പോഴോ, രണ്ടാമത്തെ പേജില്, അതിന്റെ തൊട്ടിപ്പുറത്തുള്ള പേജിൽ 69-ാമത്തെ പേജില്, 69-ാമത്തെ പേജില് അതാ ഒരു ആയിഷ ബീവിയെ കുറിച്ചൊരു പ്രൊഫൈൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു പ്രൊഫൈൽ അതായത് പിന്നെ ഹദീസിനോട് പരമാവധി നീതി കാണിച്ചുകൊണ്ടാണ് ആ പാഠം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഹദീസിൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ പരമാവധി കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ചേർത്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ, ഹദീസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തില് ആയിഷ ബീവിയെ കുറിച്ചൊരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക? പാപ്പാന്റെ പേര്, ഉമ്മാന്റെ പേര്, ഭർത്താവിന്റെ പേര്, ഇങ്ങനെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ ഒരു കുട്ടിക്ക് കഴിയണം. അത് വളരെ വിദഗ്ധമായി അവിടെ ഉപയോഗിച്ചാണ് ആയിഷ ബീവിന്റെ സാന്ദർഭികമായിട്ട്. ഇനി തൊട്ടപ്പുറത്തെ പേജില്, പേജ് നമ്പർ 70 ഇതാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ കുറിച്ച് ഒരു എന്തുണ്ടാക്കാനാ, ഒരു കുറിപ്പുണ്ടാക്കാൻ. മനസ്സിലായോ? നേരത്തെ ഇങ്ങനെ ഉരുട്ടിക്കാട്ടി സംഗ്രഹിച്ചു കൊടുത്തു. ഈ പരത്തി പത്തിരിയാക്കാനാ പറയുന്നത് അടുത്ത പേജില്. എന്നോടത്ത് ജനിച്ചു, ബാപ്പ എന്നാളാണ്, ഉമ്മ എന്നാളാണ് എന്നൊക്കെ സെന്റൻസിൽ എഴുതി കാണിക്കാൻ.
മനസ്സിലായോ? അപ്പൊ അതൊക്കെ വളരെ സിമ്പിൾ ആണ്. അതിൽ ഉമ്മു എന്ന് കൊടുത്തതിന് പകരം ഉമ്മുഹ ഉണ്ടോ, ഒരു ചെറിയ വിളക്ക് പൊടി ചേർത്താൽ മതി. അപ്പൊ ആ മാല ഇങ്ങനെ ചേർന്ന് വരും. ഉമ്മുഹ, അബൂഹ, അല്ല അബു എന്ന് കിട്ടിയാല് ഗൗജ് എന്നുള്ളതിന് ഗൗജുഹ. അപ്പൊ ആ പ്രയോഗം മനസ്സിലാക്കിയാല് അത് ചെറിയ ഒന്ന് പരത്താൻ പറ്റും. പ്രൊഫൈല് ഒരു ബയോഗ്രഫി ആയിട്ട് ചെറുതായിട്ട് ചിത്രീകരിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പേജിൽ നിങ്ങൾ നോക്കൂ. അടുത്ത പേജില് വമീറുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. വമീർ അതിന്റെ ഒരു വർക്കാണ് കൊടുക്കുന്നത്. അടുത്ത പേജല്ല കേട്ടോ, പേജ് നമ്പർ 70 അടുത്ത ഘട്ടം. നഫ്താറു മിന സുന്ദൂഖ് വമീരി മുസ്തത്തിർ ഫിൽ അഫ്ആലിൽ മുലവന. മുസ്തത്തിറായ വമീറും പിന്നെന്ത് വമീറ അല്ല, മുലവനായതും മുലവനല്ലാത്തതും അല്ല. മുസ്തത്തിർ എന്ന് പറഞ്ഞാൽ എന്താ, ഒളിഞ്ഞിരിക്കണത് വമീർ. അപ്പൊ പിന്നെ തെളിഞ്ഞിരിക്കുന്ന ആൾക്ക് എന്താ പറയാ, മുൻഫസിലായവൻ. ഇയ്യാക്ക, മനസ്സിലായോ? ഇയാഹു എന്നൊക്കെ പറഞ്ഞാണ്ട് വേറിട്ട് നിൽക്കുന്ന വമീറുകൾ ഉണ്ടാവും. ഇവിടെ മുസ്തത്തിറായ വമീർ ഇവിടേക്ക് എത്താനാണ്. അത് സാഫർത്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞില്ലേ, സാഫർത്തുവിനെ വിശദീകരിക്കാൻ ഏത് വമീറാണ് അവിടെ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഹുവ അന, ആരാണ്? അന ഉപയോഗിക്കാൻ. പിന്നെ അടുത്തത് തസാബഖ ഫി സഫരിൻ, അതിനെ വിശദീകരിക്കാൻ ഏത് മുൻഫസിലായ വമീറാണ് ഉപയോഗിക്കുക. ഇതാണ് ഈ ടോപ്പിൽ കടക്കുന്നത് മുസ്തത്തിറാണ്. അപ്പുറത്തുള്ള മുൻഫസിലിനെ എടുത്തിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് തആലൈ ഉസാബിഖി അല ഉസാബിഖ്. ഉസാബിഖ് മുതകല്ലിം മുഖാത്തബ് ആരാണ് ഉപയോഗിക്കുക? അന. ഇനി അടുത്തത് ഖറജ്ന എന്നതിൽ ആ മുസ്തത്തിറായ വമീറിനെ വ്യാഖ്യാനിക്കാൻ ആരെയാണ് പറ്റുക? പിന്നെ ലാ തൻദുറു ഇലാ മൻ ഫൗഖക്കും, അവിടെ ലാ തൻദുറു എന്നുള്ള ചുവപ്പ് ഏരിയയിലാണ് വമീർ ഒളിഞ്ഞടക്കുന്നത്. അപ്പൊ ലാ തൻദുറു എന്താ അർത്ഥം? ലാ തൻദുറുവിന്റെ അർത്ഥം വെച്ച് നോക്കി. ലാ തൻദുറു എന്നുള്ളതിന് എന്താ അർത്ഥം മലയാളം? നിങ്ങൾ നോക്കരുത്. ജമ്മാണ്. ജമ്മിന്റെ വാവു അലിഫൊക്കെ കണ്ടില്ലേ? ലാ തൻദുറു. അപ്പൊ എന്താ ഉപയോഗിക്കുക? അൻസ്, ഹാദിറാണത് അല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ഒരു വർക്കാണ്. ഇനി തൊട്ടപ്പുറത്തേക്ക് പോയാലേ ഭാഷയുടെ ഏറ്റവും രസകരമായ ഒരു ഏരിയ ആണ്. എന്ത്? കടങ്കഥകള്, പസിലുകള്. അത് വെച്ചുകൊണ്ടുള്ള ചില തെരഞ്ഞെടുപ്പുകളാണ് അവിടെ നടക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇതൊക്കെ ക്ലാസ് റൂമിൽ ഈ പുസ്തകം തുറപ്പിച്ചിട്ടില്ലെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് രസകരമായി മത്സരങ്ങളൊക്കെ നടത്താൻ പറ്റും, ഗ്രൂപ്പുകൾ തമ്മിലൊക്കെ. ഇന്നും ഇവിടെയും അൽ ഹജ്ജൂറാത്ത്, പസിൽ കടങ്കഥകള്. ഹജ്ജൂറാത്ത്, അൽഗാസ്, അൽഗാസ്. റിഡിൽ അൽഗാസിന്റെ ജമ്മിൽ ജമ്മ് തന്നെയാണ്. ലുഗത്തിന്റെ ജമ്മാണ് അൽഗാസ്. ഹജ്ജൂറത്തും ജമ്മ ഹജ്ജൂറാത്ത്. എന്താ ഒന്നാമത്തെ? എഴുതും വായിക്കില്ല. അവിടെ കുട്ടിക്ക് സഹായത്തിന് അവിടെ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. അതിന് കുട്ടിക്ക് കണ്ടെത്താം. എന്താണ്? കലം. രണ്ടാമത്തെ പത്തിലോ അഹക്കു ഉദ്വീപിയാൻസി. ആരാണ്? എന്റെ മൂക്കുകൊണ്ട് ഞാൻ എന്റെ ചെവി മാന്തും എന്നാണ് പറയുന്നത്. ആരാ മാന്തുക ആ ചിത്രത്തില്? ഇനി അടുത്തത് അത്തക്കല്ലമു ബിലാ ലിസാൻ. അതാരാ? മൊബൈലാണ്. ഇനി അടുത്തത് ഈ യദാനി എനിക്ക് രണ്ട് കൈയുണ്ട്, നെഞ്ചുണ്ട്, തലല്ല സമയം. ഇനി അടുത്തത്
ഈ അസ്മാനും വലാക്കില്ലാവുള്ളൂ, പല്ലുണ്ട് കടിക്കൂല. ആരാണ്? തീർത്ത്. പിന്നെ ആ ആ അതെ, ഇവിടെ കുട്ടി അതിന്റെ ഉത്തരം എഴുതാനൊക്കെ അധ്യാപകന് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, വാക്കുകളും വൊക്കാബുലറികളൊക്കെ കൊടുത്തിട്ട്. അത് കാലുണ്ട് നടക്കൂല. അതാരാ? ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ഒരു കടങ്കഥ, ഒറ്റ സാമ്പിൾ മാത്രം, ഒരു സാമ്പിൾ. അൽ മിഖ്തഫ്. മിഖ്തഫ് മിഖ്തഫ് എന്ന് പറഞ്ഞത് ഒരു സാമഗ്രിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഖത്തഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖത്തഫ ഖത്തഫ പറിച്ചു. മിഖ്തഫ് മിഖ്തഫ് ആ ആ എന്താ സാമഗ്രി? പറിക്കുന്ന സാമഗ്രി എന്താ? അതോട്ട് അൽ മിഖ്തഫ് അല്ലദീ യസീലു ഇല സമാ. അൽ മിഖ്തഫ് അല്ലദീ യസീലു, വസലമാന വസല, യസീലു ഇല സമാ. കിട്ടോ? അതേമാതിരി ഇങ്ങോട്ടൊന്നും കൊടുത്തൂടെ ചെറിയ ചെറിയ സാധനമൊക്കെ? അൽ മിഖ്തഫ് അല്ലദീ യസീലു ഇല സമാ. അൽ മിഖ്തഫ് അല്ലദീ യസീലു ഇല സമാ. എന്തെങ്കിലും കൊടുത്താൽ, ഇതേപോലെ ചെറിയ കുടുങ്ങിയ സാധനങ്ങളൊക്കെ കൊടുത്താൽ കുട്ടിക്ക് രസകരമായി ഇടപെടൂലേ? അതിന് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ളത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൃത്യം. അപ്പോ കടങ്കഥകള് ഭാഷയെ വികസിപ്പിക്കുന്ന മനോഹരമായൊരു സാധനം. കടങ്കഥകള്, പസിലുകളൊക്കെ, അതാണ് നമ്മളെ ഈ പാഠത്തിന്റെ അവസാനത്തെ യൂണിറ്റുകളിലുള്ളത്. ഓക്കെ, അങ്ങനെ വന്നിട്ട് ഇനി നിറങ്ങളെ പരിചയപ്പെടുന്ന പേജാണ് അടുത്ത പേജ്. നിറങ്ങളെ പരിചയപ്പെടാൻ ഈ ഇത്രയും നിറകൗതുകമുള്ള ഒരു സാധനം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്? മഴവില്ല്, കൗസ്. മഴവില്ലിന് അറബിയിൽ എന്താ പറയാ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഒരു കടങ്കഥ പോലെ ചോദിക്കുന്നുണ്ട്. അന കൗസുൻ ഫിസ്സമാവ്, ഞാൻ ആകാശത്തിലെ വില്ലാണ്. ലീ സെബഴത്തു അൽവാനിൻ, എനിക്ക് 7 നിറമുണ്ട്. മന്നന, ആരാണ് ഞാൻ എന്ന് ചോദിച്ച് അവിടെ ഉത്തരം എഴുതാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതിന് ഓന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ചെറിയ ഏരിയ ഒളിപ്പിച്ച് താഴെ കൊടുത്തിട്ട് മഴവില്ലിന്റെ ഉള്ളില്. എന്താണ് മഴവില്ലിന് പറയാ? കൗസ് കുസ. ഇനി അതിലുള്ള നിറങ്ങളാണ്. ആദ്യത്തെ നിറം ബനഫ്സിയാണ്. മഴവില്ലിന്റെ ആദ്യത്തെ നിറം നമ്മൾ പഠിച്ചതാണ്, വിപ്റ്റിയോർ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ. അല്ല, വിത്ത് യെല്ലോ, ഗ്രീൻ, റെഡ്, ഓറഞ്ച്. അല്ലെ? വിപ്റ്റിയോർ. അത് എല്ലാം ആ ക്രമത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. അതില് ആദ്യത്തെ പിന്നെ വയലറ്റിന് പറയുന്ന അറബി വാക്കാണ് താഴെ കൊടുത്ത കളറിൽ കൊടുത്തത്, ബനഫ്സജി. വയലറ്റ് കളറിന് ബനഫ്സജി എന്നാണ് പറയുക, വയലറ്റ് കളറിന്. പിന്നെ ഇൻഡിഗോ കളറ് നീലിയുൻ എന്നാണ് പറയുന്നത്. ഇപ്പുറത്തുള്ള വയലറ്റും ആ ഇൻഡിഗോ കളറും. ഇൻഡിഗോ കളറിന് മലയാളത്തിൽ പ്രത്യേകിച്ച് പേരുണ്ടോന്ന് എനിക്കറിയില്ല. പടലവർണ്ണോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതോ എനിക്കറിയില്ല. നീലി, ഇൻഡിഗോ. ഇൻഡിഗോ. അപ്പൊ വയലറ്റ്, ഇൻഡിഗോ, ഓരോ നിറങ്ങളും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. കണ്ടോ? അതുപോലെ മഞ്ഞക്ക്, നീലക്ക് എന്താ പറയാ? നീല, അസ്റഖ്. അസ്റഖ് നീല. പിന്നെയോ അഹ്ലർ. പിന്നെയോ അക്ബർ. പിന്നെയോ ബുർത്തുഖാലി. എന്താ ബുർത്തുഖാലി? ഓറഞ്ച്. പിന്നെയോ അഹ്മർ. അല്ലേ? അവസാനത്തെ 6 റെഡ്. അപ്പൊ ഈ നിറങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞാല് തൊട്ടടുത്ത പേജിൽ ആ നിറങ്ങൾ എങ്ങനെ പ്രയോഗിക്കാം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരേ സാധനം ആണും പെണ്ണുമായി വരുമ്പോൾ അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഉദാഹരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങളെ ശ്രദ്ധയിൽ ഗൗരവമായി കൊണ്ടുവരാൻ പോവാണ്. നോക്കിക്കോളൂ. ഒന്നാമത്തത് ഒരു കറുത്ത നായയാണ്. കറുത്ത നായ. പിന്നെ അപ്പുറത്താണെങ്കിലോ കറുത്ത കരിമ്പൂച്ച. അല്ലേ? അപ്പൊ അത് ഒന്ന് ആണും ഒന്ന് പെണ്ണുമാണ്. ഈ നിറങ്ങളെയെല്ലാം വയറ് മുൻസരിപ്പായിട്ടാണ് ഉപയോഗിക്കുക. വയറ് മുൻസരിപ്പിന്റെ ഒരു പ്രത്യേകത എന്താണ്? തെൻകീന് മുനവ്വനായി വരില്ല. വയറ് മുൻസരിപ്പ്
ഇവിടെ മിസാലില് അച്ചടിയുടെ ഭാഗത്തിലെ ചെറിയ പ്രത്യേകമായിട്ട് ദഖ്ലത്തുൻ അബിയളുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് വരേണ്ടത്? അബിയളു എന്നാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞങ്ങളോട് ഗൗരവമായ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് നിങ്ങൾ അവിടെ തിരുത്തി അത് മനസ്സിലാക്കി കൊടുക്കണം. അടുത്ത പ്രിന്റിൽ നമ്മളത് ശരിയാക്കും. പിന്നെ അടുത്തത് മിസാല് പെണ്ണാവുമ്പോൾ ബത്തത്തുൻ ബൈളാഹു, ബത്തത്തുൻ ബൈളാഹു, ബത്തത്തുൻ ബൈളാഹു. ഇനി ഇതുപോലെ താഴെയുള്ള മത്തൻ എന്ത് ചെയ്യും? ജമ്മാമുൻ. മിസാല് നോക്കി കുട്ടി പൂരിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ പൂരിപ്പിക്കും? അഹ്ലറുന്ന് പൂരിപ്പിക്കും. അവിടെ വേണം തിരുത്തണം. എന്താണ് വേണ്ടത്? അഹ്ലറു എന്നുള്ള നിർത്തണം. അപ്പുറത്ത് ജുവാഫ, സാധനം പേരക്ക. ജുവാഫ പെണ്ണാവുമ്പോ അല്ല അഹ്ലർ എന്നതിനെ ഏത് രൂപത്തിലേക്ക് പെണ്ണാക്കാൻ പറ്റും? മിസാലിൽ നോക്കൂ. കറുപ്പിന് എങ്ങനെയാണ് കൊടുത്തത്? വെളുപ്പും കറുപ്പും എങ്ങനെ കൊടുത്തു എന്ന് വെച്ചു. അഹ്ലർ എന്നുള്ളത് ബൈളാഹ് എന്ന രൂപത്തിൽ വന്നെങ്കിൽ അഹ്ലർ എന്നത് എങ്ങനെ വരണം? അഹ്ലർ. ഇതൊക്കെ വീട്ടിലേക്ക് സ്വയം ഏറ്റെടുക്കും ചെയ്ത് പോരും. വർക്ക് കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ മതി. പിന്നെ ഓരോന്നും അതുപോലെ വെർദുൻ, വെർദുൻ, അഹ്മറു, അഹ്മറു. അപ്പുറത്ത് ചെമ്പരത്തി, ഹംറാഉ. പിന്നെ അടുത്തത് റഫ്രാഫ് അല്ല, അന്ന് നമ്മൾ പഠിച്ച റഫ്രാഫ്. അപ്പൊ നമ്മള് രാവിലെ മുതൽ കിളികളെ പരിചയപ്പെട്ടില്ലേ? റഫ്രാഫ്. അസ്റഖ്. അപ്പുറത്ത് ബബ്ഗാ, അസ്റഖു, അസ്റഖ്. അപ്പുറത്തത് ബൈളാഉ, ബബ്ഗാഉ എന്നാണ്. ബബ്ഗാഉ. ബബ്ഗാഉ എന്നതും ഗൈറു മുൻസരിഫാണ്. ബബ്ഗാഉൻ എന്നല്ല, ബബ്ഗാഉ. പിന്നെ സർഖാഉ, നീലത്തത്ത. പിന്നെ അടുത്തത് ട്രെയിന്, ഇത്താറുൻ അസ്ഫറു. അപ്പുറത്ത് ബസ് മുഅന്നസായി വന്നു, ആഫിലത്തുൻ സുഫ്റാഉ. ഇവിടെ ഇത് ഈ നിറങ്ങൾ കൊടുക്കുമ്പോ സ്ത്രീലിംഗ പുല്ലിംഗ മുഅന്നസ് മുദക്കറിന്റെ വേരിയേഷൻസ് ആണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി മറിച്ച് നോക്കിയാല് ഇത് നമ്മളെ രാഷ്ട്ര ചിഹ്നമായ നമ്മുടെ ഇന്ത്യയെയും അതിലെ പതാകയെയും ഒക്കെ പരിചയപ്പെടാനുള്ള ജനാധിപത്യ ബോധം ഉണ്ടാക്കുന്ന ഒരു പാഠം. നമ്മളെ ഇന്ത്യ രാജ്യത്തിന് ജനാധിപത്യ ബോധം ഉണ്ടാക്കുന്ന ഒരു പാഠവും അതിലുള്ള നിറങ്ങൾ കൊടുക്കലും അങ്ങനെയൊക്കെ. പിന്നെ അപ്പുറത്തത് ഒരു പസില് വന്നു വീണ്ടും. എന്താണ്? അർക്കാമി, അക്കങ്ങൾ പൂരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒളിഞ്ഞിരിക്കുന്നവനെ കണ്ടെത്താം. 1, 2, 3 ഇങ്ങനെ പൂരിപ്പിച്ചു വന്നാൽ മതി, വരട്ട് പോന്നാൽ മതി. എന്താണ് സാധനം? കുതിര. എന്നിട്ട് അതിന്റെ ഒരു ബയാന് താഴെ തയ്യാറാക്കുക. അൽ താരിഫിനി, നിങ്ങൾക്ക് എന്നെ അറിയാമോ? അതിലൊരു ചെറിയ പ്രശ്നമുള്ളത് കൊളംബിന് എന്താ പറയാന്നാ. കൊളംബ് നമ്മളോട് കൊടുത്തിട്ടുണ്ട് അതില്ലേ? അന ഡാഷ് ബരിയുൻ. എന്താണ്? ഞാനൊരു കര. അപ്പൊ അവിടെ എന്താ കൊടുക്കുക? ഹൈവാൻ. സിമ്പിളായിട്ട് കുട്ടിക്ക് എഴുതിയിട്ടുണ്ട്. അവാഫിറു, അവാഫിറു എന്ന് പറയില്ല, ബിക്കോസ് അത് വയറു മുൻസരിപ്പാണ്. അവാഫിറു മുൻതഹൽ ജമ്മ് എന്ന് പറഞ്ഞ സാധനല്ലേ അല്ലേ? ഇതുപോലെ മുൻതഹൽ ജമ്മ് ഗൈറു മുൻസരിപ്പിന് 2 ഒബ്ജക്ഷനുകൾ വേണം. പക്ഷെ ഈ തൈനീസിന്റെ അടിച്ച് ബബ്ഗാവ് കണ്ടില്ലേ? അതിൽ പിന്നെ വേറൊന്നും വേണ്ട, ആ ഒരൊറ്റ സ്ഥാനം മതി. പിന്നെ മുൻതഹൽ ജമ്മ് എന്ന് പറഞ്ഞാല് മഫാഇൽ എന്ന വസിലിൽ വരുന്ന ജമ്മ്. മസാജീദ്, മസാജിദ് എന്നും പറയും. മസാബീഹ് എന്നുള്ളതും മസാജിദ് എന്ന് പറയുന്നത്. മഫാഇൽ എന്ന വസിനും മഫാഇൽ എന്ന വസിനും ഗൈറു മുൻസരിഫാണ്. ഇവിടെ വന്ന ഈ സാധനം ഗൈറു മുൻസരിഫാണ്. ഏത്? അവാഫിർ എന്ന് പറഞ്ഞത് മസാജിദ് എന്ന വസിന് മഫാഇൽ എന്ന വസിനിൽ വന്നതാണ്. അപ്പൊ അതിൽ തെൻവിൻ ചേർക്കാൻ പാടില്ല. ഹവാഫിർ. ഓക്കെ. അപ്പൊ ഈ ഹവാഫിർ, ഈ ഹവാഫിറു മദീനത്ത്,
പിന്നെ വാ- ആ എന്താണ് എനിക്ക് ശരീരമുണ്ട് എന്ന് പറഞ്ഞൂടാ. കവിയത്തും ജിസ്മൻ കവിയത്തും അങ്ങനെ ഓരോ സാധനങ്ങൾ ചേർത്തുകൊണ്ടത് പൂരിപ്പിക്കാം. ഓരോന്നും കല്ല് കാലങ്ങനത്താണ്, കൈ ഇങ്ങനത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുളമ്പ് മാത്രമാണ് അതിൽ അതവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജിലേക്ക് പോയാലാണ് നിങ്ങളിപ്പോ ചെയ്ത വർക്ക്. ഇനി അതിന്റെ അടുത്ത പേജിൽ ഇതാ നമ്മളെ മനസ്സിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ആരോഗ്യവും ഒക്കെയാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? കുടുംബ ബന്ധത്തില് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാവുക എന്നുള്ളതാണ്. എത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടും കാര്യമല്ല, അവിടെ സൗഹാർദ്ദത്തിന്റെ അംശങ്ങൾ ഇല്ലെങ്കിൽ അതൊന്നും ശരീരത്തിൽ പിടിക്കൂല. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ കവിത. നോക്കുങ്ങള്, മാതാവും പിതാവും കുട്ടിയൊക്കെ ചേർന്ന് നിൽക്കണ ഒരു പാഠം, ഒരു സന്തുഷ്ട കുടുംബത്തിന്റെ ഒരു അടര്, അത് വെച്ചുകൊണ്ടാണ് ആ പദ്യം. ആ പദ്യമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരും أحب الورد والزهرة أحب الماء والشجرة أحب النهر والبحر أحب الشمس والقمر أحب الطير في ألوان وألحان لمن نظر أحب المرء مبتسما وبالإحسان مزدهرا أحب أبي ووالدتي إذا غابا وإن حضرا أساتذتي وإخواني بقلب خالص عطرا. വളരെ രസകരമായി പസില് ചെയ്ത് വളരെ ഗൗരവമായി ഭക്തി സ്ഫുരിക്കുന്ന ഒരു പദ്യവുമായി ഈ പാഠപുസ്തകം ഇവിടെ നിങ്ങളോട് ഇനിയും ഒരുപാട് ഭാഗങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സംസാരിക്കാൻ പറ്റാതെ പോയത് എന്താണെന്നുള്ളത് കൃത്യമായി അറിയുന്നതുകൊണ്ട് ഇനി സാറ് പറഞ്ഞ മാതിരി നമ്മുടെ പാഠപുസ്തകത്തെ കുറിച്ച്, ഇന്നത്തെ ശില്പശാലയെ കുറിച്ച്, ഈ ഒരു ഇത് ക്ലാസ് റൂമിൽ എത്തിയാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് ഇപ്പൊ നിങ്ങളിത് സാമ്പിൾ നോക്കിയാണ്. ഒന്നാമത്തെ യൂണിറ്റിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല, ബിക്കോസ് ഒന്നാമത്തെ യൂണിറ്റ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് തന്നെ ഞാൻ വീണ്ടും പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അലസത തോന്നും, വിരക്തത തോന്നും. അങ്ങനെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതുപോലെ ഇനി തെറ്റ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും യൂണിറ്റ് ബാക്കിയുണ്ടെന്നുള്ളത് എനിക്കറിയാം. ആ യൂണിറ്റിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഈ നിത്യയാസ് വെച്ചുകൊണ്ട്, ഈ അളവുകോലുകൾ വെച്ചുകൊണ്ടും ഒക്കെ നിങ്ങളൊന്ന് ഇങ്ങനെ തുലനം ചെയ്തു നോക്കുക. ഒരു പാഠത്തെ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് 2 പാഠം വെച്ചുകൊണ്ട് കാണിച്ചു തന്നു. ഇതുപോലെ ഇനി ഏതെങ്കിലും പാഠം ബാക്കിയുണ്ടെങ്കിൽ അതിന് ഇത്തരത്തിൽ അപഗ്രഥിക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താണ്, മാനദണ്ഡങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ സ്വയം ഇതാക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ വേണോ? വേണ്ട. അപ്പൊ അങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ച് അന്വേഷിച്ചാൽ ആ കാര്യങ്ങൾ 90 740 58 554 നമ്പർ ഒരിക്കൽ കൂടി അല്ലേ? 9074585554. പേര് ഇവിടെ ഉണ്ടല്ലോ, CM എന്നും കൂടി കഴിയുമ്പോൾ കൂട്ടിയാൽ ഇതിനൊക്കെ CM ഇബ്രാഹിം. ശരി. പിന്നെ അൻസാറിൽ പഠിച്ചതുകൊണ്ട് അൻസാരിയായതാണ്. അപ്പൊ നീ സമയം ഇന്നതായതുകൊണ്ട് ഈ ഒരു ശില്പശാലയോടും ഈ പാഠപുസ്തകത്തോടും നമ്മൾ ഇതുവരെ ചെലവഴിച്ച സമയവും
നാളെ നമ്മുടെ മദ്രസയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു റീജുവനേഷൻ എന്താണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പൊ ചെയ്യാൻ തിരിച്ചു കിട്ടിയത്? എന്തൊരു ഉത്സാഹമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് വെച്ചുകൊണ്ട് ഒന്ന് നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യുക. പോസിറ്റീവ് ആകാം, ഈജാബി ആകാം, സെൽബി ആകാം. ചുരുക്കി പറഞ്ഞാൽ ഓക്കെ. ആരാണ്? ശരിക്കും വിളിക്കാതെ സ്വന്തമായിട്ട് നിങ്ങൾ വന്നിട്ട് ചെയ്തോളേ. എന്തെങ്കിലും ഞങ്ങൾക്ക് കുറിച്ചെടുത്ത് പോകാനോ ഇനി അടുത്ത കോഴ്സുകളിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കുറിച്ചെടുക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറ് ഇപ്പോൾ ഇവിടെ ക്ലാസ് എടുത്തതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. നമ്മ പഠിക്കാണ്ട് നമ്മ പഠിപ്പിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. അത് ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴാണ് ശരിക്കും അത് ബോധ്യപ്പെട്ടത്. കാരണം പ്രത്യേകിച്ച് അറബി തന്നെയല്ല, ഏത് വിഷയം എടുക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു അറിവ് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ്. സാധാരണ മദ്രസകളിലൊക്കെ ഇങ്ങനെ ചെന്ന് പുസ്തകം വായിച്ച് അത് അങ്ങനെ ഒരു വർക്കും കൊടുത്ത് വിട്ട് അതുകൊണ്ട് കുട്ടിക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടൂല. വെറുതെ മദ്രസയിൽ പഠിപ്പിച്ചു എന്നുള്ളത് അതാണ് പല കുട്ടികളിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരം മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരത്തോടു കൂടി ആ കുട്ടികൾക്ക് അത് അവരുടെ ജീവിതത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് ഇപ്പോഴത്തെ ക്ലാസ്സിൽ ശരിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും ഇതേപോലെ തന്നെ അവരവരുടെ അഭിപ്രായങ്ങൾ പറയണം എന്നുകൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇതേപോലെ മറ്റുള്ള വിഷയങ്ങളിലും ക്ലാസ് എടുക്കേണ്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു രീതി മറ്റ് എല്ലാ വിഷയവും അതേപോലെ തന്നെ വേണം എന്നുകൂടി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മുമ്പാകെ ഒരു റിക്വസ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും സാറിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഒരുപാട് ഉപകാരമുണ്ട്. ഇപ്പോൾ ഈ ഇരുന്ന നേരമൊന്നും എനിക്ക് വേസ്റ്റ് ആയിട്ടില്ല. കാരണം ഞാൻ അറബി എടുക്കാറില്ല. ഞാൻ അത് ആ കൂട്ടത്തിലാണെന്ന് വെച്ചപ്പോൾ കൈപൊക്കിയാണ് അറബി എടുക്കാറില്ല. പക്ഷെ എടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ഇവിടുത്തെ ഇതിലിരുന്നപ്പോൾ തോന്നി. കാരണം നമ്മളൊന്ന് ശരിക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി തിരിച്ചാൽ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇൻഷാ അല്ലാഹ് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ. السلام عليكم ورحمة الله. من فترة طويلة أنا عزمت شيئا، إذا أنا حصلت على فرصة أن أتكلم في اللغة العربية أنا ما أضيعها، ولهذا السبب أنا أقوم أمامكم أن أتكلم في اللغة العربية. أنا معلوم من المعلومات أيضا المدرسون والمدرسات اللاتي يجلسن أمامي يفهم ما أقول. نعم نعم، ولهذا أنا أقول في اللغة العربية. ممكن يكون فيها أخطاء أكيد يكون فيها أغلاط وأخطاء، ولكن أنا ما أخاف عليكم. إذا أنا ما خفت أنا ما أتوسع، أنا ما أتطور في لغتي، في قدرتي لغتي. عندما دخلت في هذه القاعة أولا أنا ما افتكرت أبدا أنا أحصل شيئا من هذه الدورة، أو يعني ما أحصل كلما أنا أفكر فيها، ولكن الحمد لله عندما سمعت كثيرا من المعلومات شجعني كثيرا. طبعا أنا أجيء من المدرسة من صباح، خلصت من المدرسة وأجي إلى هذه القاعة، ولكن عندما سمعت عن الاستماع والتكلم والكتابة والقراءة أنا فهمت شيئا من أستاذي. بدون تكلم نحن ما نفعل شيئا في المدرسة أيضا. ولهذا أستاذي أنا أقول نحن حصلنا استفدنا كثيرا ونطبقها في المدارس إن شاء الله من هذه الأيام. هذا هو أنا حصلتها. പിന്നെ ഉസ്താദ് പറഞ്ഞു നമ്മൾ ഉറക്കം വന്നപ്പോഴാണ് പാട്ടുപാടി എന്ന് പറയും. സത്യത്തിൽ ഉറക്കം വന്നിട്ടില്ല. രാവിലെ മുതൽ ഇതുവരെ ഒരാൾ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. പല
കെസലൻ വലാമലൻ ഒന്നും എനിക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഭംഗിയാക്കി പറഞ്ഞതായിരിക്കും. വളരെ ഗംഭീരമായിരുന്നു. ഒരുപാട് യൂസ് ചെയ്തു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ. നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കാൻ ശ്രമിച്ചു. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണ നമ്മളൊക്കെ മുമ്പ് മനസ്സിലാക്കി വെച്ചതുപോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കലല്ല ഒരു ഭാഷാധ്യാപനം എന്നുള്ളത് ഈ ക്ലാസ് മൂലം നമുക്ക് മനസ്സിലാക്കി. ഇതുവരെ നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്ന അറബിയൊക്കെ പഠിപ്പിച്ചിരുന്നത് പുസ്തകം തുറക്കും, ആ പ്രോസ് വായിക്കും, നേരെ അതിൻ്റെ വാക്കർത്ഥം പറഞ്ഞു കൊടുക്കും. കാല കലീല, കലീല പറഞ്ഞു, കാല ഭിന്ന, ഭിന്ന പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതെന്താണ് ഈ കാല കലീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അതിൻ്റെ മോട്ടീവ് ഇതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി. ഇത് നമ്മുടെ ജീവിതത്തിലുള്ള അധ്യാപന ജീവിതത്തിലെ വലിയൊരു നേട്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ക്ലാസ് എടുത്ത രണ്ടു പേർക്കും അഗൈതവമായി നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറഞ്ഞു കേട്ടപ്പോഴേ ഇപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, കേട്ടപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം. അത് വളരെ പേടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരുന്നിരുന്നത്. അപ്പോഴാണ് എനിക്ക് ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന ഓർമ്മ വന്നത്. ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ രാജ്യത്തെ ഒരു നിർഭയമായ രാജ്യമാക്കണേ എന്നത് ആദ്യമായിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. കാരണം എല്ലാ പ്രതിഭാസങ്ങളും അത്ഭുതങ്ങളും ആ നിർഭയത്വത്തിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. പേടിച്ചുകൊണ്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കുട്ടിയും എവിടെയും എത്തില്ല. അപ്പം നിർഭയത്വം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അമ്ന് അത് നമ്മളെ ക്ലാസ്സിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് വെച്ച് കുട്ടികളൊപ്പം ഡാൻസ് കളിക്കുക എന്നല്ല പറഞ്ഞത് കേട്ടോ. അതല്ല, ഡാൻസ് ഇപ്പോൾ ഒരു സമകാലിക വിഷയം ആണ്, അത് പോട്ടെ. അതായത് അധ്യാപകന്റെ ക്യാരക്ടറും അവന്റെ ആ ഹുർമത്തൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികളുമായി ഇടപഴകുന്ന തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ കുട്ടിക്ക് നിർഭയത്വം ഉണ്ടാവും. പേടി കൂടാതെ സംസാരിക്കാനും എഴുതിയ ഉത്തരങ്ങൾ കാണിക്കാനൊക്കെ ഉള്ള ഒരു ധൈര്യം ഉണ്ടാവും, പറയാനൊക്കെ ഉള്ള സംഗതി ഉണ്ടാവും. ഞാൻ നേരത്തെ രാവിലെ എൻ്റെ ഒരു ചെറിയ സൂചന തന്നിരുന്നു. ഒരു കുട്ടിയെയും വിവസ്ത്രനാക്കരുത്. ഒരു കൂട്ടം, ഒരു ലോറി വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ പിന്നെ കൊണ്ടു കൊടുത്തിട്ട് കാര്യമല്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ നടത്തുക. ഏതെങ്കിലും കുട്ടികൾ നേരം വൈകി വരുമ്പോൾ മാവേലിന്ന് വിളിക്കുക, ഇങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ്. അതായത് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അങ്ങനെ തമാശയാണെങ്കിൽ പോലും വേറെയുള്ള കുട്ടികൾ ചിരിക്കും, ഈ കടന്നു വന്ന കുട്ടിയും ചിരിക്കും. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരു സൈക്കോളജിക്കൽ സ്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു വലിയ കറയായിരിക്കും, ഒരു കറുത്ത പുള്ളി. അപ്പൊ നമ്മളെപ്പോഴും കണ്ടാൽ ആദരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി നമ്മളെ വിദ്യാർത്ഥികൾ മാറണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു യഥാർത്ഥ റോളിൽ അധ്യാപകനായി മാറണം. ആ കുട്ടിൻ്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ടൈമാണ് നമ്മളെ മുമ്പിൽ വേസ്റ്റ് ആകുന്നത് എന്ന്. അവൻ്റെ ബാല്യം ആ ബെഞ്ചിൽ ഇരുന്നാണ്ട് വേസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ദുരന്തം? നമ്മൾക്ക് അപ്പം എന്തൊക്കെ ഇത്രഞ്ഞ് ഇത് അപ്പുറത്തേക്കൊന്നും ആകാനില്ല. പക്ഷെ ഒരു കുട്ടി ഒരുപാട് ഫ്യൂച്ചറിലേക്ക് കടന്നു വരണ്ട. അപ്പം ആ ഒരു ഇത് നമ്മൾ ശരിക്ക് മുന്നൊരുക്കത്തോടു കൂടി വേണം ആ കാര്യത്തിൽ പോകാൻ. പിന്നെ ഈ പുസ്തകം തയ്യാറാക്കിയപ്പോൾ എനിക്ക് പിന്നെന്താ പറയാ, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ രണ്ടാളെയും ഒരുപാട് എന്താ പറയാ കഷ്ടപ്പാടുകൾ, അലച്ചിലുകൾ, വിശ്രമമില്ലാത്ത ദിവസങ്ങൾ, ഒരുപാട് പതിറ്റാണ്ടുകൾ മുജാഹിദ് സെന്റർക്ക് പോണ മനുഷ്യനാണ്. ഒരു ദിവസം എൻ്റെ കാറിൽ ഞങ്ങൾ ഓടിച്ചു പോയിട്ട് എവിടെ എത്തി, മുജാഹിദ് സെന്ററിന്റെ മുമ്പ് കൂടി ചർച്ച മുഴുവൻ പാഠപുസ്തകം, വണ്ടി അങ്ങനെ ഓടിച്ചു പോയി വേറെ കണ്ണൂർ റൂട്ടിൽ പോയി അവിടെ കയറി. എവിടെ മുജാഹിദ് സെന്ററും ബേബി ഹോസ്പിറ്റലൊന്നും കാണാനല്ല. പിന്നെ കിലോമീറ്റർ ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. ചർച്ചകൾ ഇങ്ങനെ എവിടെ ഇരുന്നാലും. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ രാത്രിയിലൊക്കെ ഓരോ പാഠങ്ങൾ വികസിക്കുമ്പോൾ ചില
പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും വിളിക്കും ഇങ്ങോട്ടും വിളിക്കും. എന്നിട്ട് പിന്നെ അത് ഒന്ന് റെഡിയാക്കിയിട്ട് അത് പിന്നെ പുസ്തകത്തിൽ കയറ്റും. എന്നിട്ട് പിന്നെ ആ എഴുതിയതിനെ വിമർശിക്കുക, വഴക്കൂടുക. പിന്നെ അത് തർക്കിക്കുക. ഒരാൾ എഴുതുന്നതോ കൊടുക്കുന്നതോ അത് അങ്ങോട്ട് അപ്പടി സ്വീകരിക്കണ ഒരു മൈൻഡൊന്നും അല്ല. അത് തർക്കിച്ച് പിന്നെ എന്താ പറയുക, അത് ക്രമീകരിച്ച് റെഡിയാക്കിയിട്ടാണ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. അതിൽ എൻ്റെ കൂടെ എന്താ പറയുക, എൻ്റെ എത്രയോ മടങ്ങ് എൻ്റെ കൂടെ നിന്ന ഒരു എന്താ പറയുക ഒരു വ്യക്തിത്വമാണ് നമ്മളെ ഹഫീസ് സാറ്. ഈ സമയത്ത് അദ്ദേഹത്തിനോടുള്ള കടപ്പാട് വളരെ ഹൃദ്യമായി അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ പിന്നെ സജീവമായി ഉൾപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ സഹകരണങ്ങൾക്കും ഈ ഒരു മനോഹരമായ പ്രഭാതവും പൂർവാന്നവും അപരാഹ്നവും ഒക്കെ സമ്മാനിച്ച നിങ്ങൾക്ക് എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇപ്പോൾ ഇവിടെ വരേണ്ടിയിരുന്ന 2 മദ്രസകൾ ചാവക്കാട് മണ്ഡലത്തിൽ തിരുനെല്ലൂരും തച്ചമ്പാറയൊക്കെയാണ്. തച്ചമ്പാറ മൗലവി ഇന്ന് ഉച്ചയ്ക്കാണ് അറിയിച്ച അദ്ദേഹം ചെറിയൊരു ആക്സിഡന്റ് പറ്റി വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാതിരുന്നതാണ്. അപ്പം 3-4 പേര് എത്തിയിട്ടില്ല. അദ്ദേഹം ലീവ് അറിയിച്ചു. അതേപോലെ ഒരു സാമാന്യ മര്യാദ കാണിക്കുന്നതാണ് ലീവ് അറിയിക്കൽ. അതൊക്കെ ഞാൻ ഈ ശൈലി എൻ്റെ ഇങ്ങനെ ആയതുകൊണ്ട് പറയാൻ ശ്രമിക്കണം. നമ്മൾ ഇത്തരം യോഗങ്ങൾ പരിപാടി സാധാരണ യോഗമല്ല. ഇതിപ്പോൾ ഇത്ര 5-6 മണിക്കൂർ അല്ലെങ്കിൽ 4-5 മണിക്കൂർ ഇവിടെ ചെലവഴിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ 2 പേര് ഇവിടുന്ന് പോയി, ഉച്ചയ്ക്ക് മുമ്പ് പോയി. ഒരാൾ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ വിളിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോയത്? അല്ല, ഞാൻ അത്യാവശ്യമായിട്ട്. അപ്പോൾ ഇതിനേക്കാളും വലിയ അത്യാവശ്യം വേറെ ഉണ്ടായിരുന്നോ ഇന്ന്? കാരണം 2 ആഴ്ച മുമ്പ് നിങ്ങൾ മെസ്സേജ് ഉണ്ടായിരിക്കും. അത്ര നേരത്തെ നിങ്ങൾ അറിയിക്കുന്നത് ഇന്നത്തെ ദിവസത്തേക്കുള്ള മറ്റ് പ്രോഗ്രാമുകൾ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം വളരെ സില്ലി മാറ്ററായിട്ട് അത് എടുത്തു. അദ്ദേഹമാണെങ്കിൽ ഞാൻ പിന്നെ പറയുന്നില്ല, അത് ഫലപ്രദമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ, നമ്മുടെ ഈ സെപ്റ്റംബർ 14 നമ്മുടെ മദ്രസ സംസ്ഥാന സമ്മേളനത്തിന്, അധ്യാപക സമ്മേളനത്തിന് നമ്മൾ ഇരിക്കുന്ന എല്ലാവരും പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പലരും പേര് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ഇനിയും കൊടുക്കാനുണ്ട്. നമുക്ക് ഇവിടുന്ന് വാഹനം, ഒരു ബസ് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കണം. പേര് കൊടുക്കാത്തവർ കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു ആക്ച്വൽ ബസ് ഫെയർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് കൈപ്പോന മണ്ഡലക്കാർക്ക് സുന്നത്താണ്. ബാക്കി അകലെന്ന് വന്നവർക്കൊക്കെ പറന്നു പോകണം. അത് വാങ്ങിച്ച് പോകണം. ചെറിയ ബസ് ഫെയർ മാത്രമേ ഉള്ളൂ. ഇൻഷാ നമുക്കിനിയും നന്നായി നടത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഇത്തരത്തിലുള്ള ക്ലാസ് നമ്മൾ കൊല്ലങ്ങളായി ഇവിടെ ക്ലാസ് നടത്തുന്നു. ലോകവിയായിട്ടുള്ള വിഷയത്തോട് അത് ബേസ് കൊണ്ടുള്ള ഒരു ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. നിങ്ങൾക്ക് എനിക്കറിയില്ല. അത് ഹക്കല്ലേ? അതെ, ഞാൻ സാറിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, എനിക്കങ്ങനെ തോന്നി. അതേപോലെ തുല്ലമി എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, പ്രഗത്ഭനായ ആളുകളെ എന്നൊക്കെ പറഞ്ഞേ കേൾക്കുള്ളൂ. അദ്ദേഹം കൂടെ വരികയും ചെയ്തു. എന്തായാലും 2 പേർക്കും ഇവിടെ എത്തി ഇത് ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നതിന് അവസരം നൽകിയതിന് അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്നും പറയാനില്ല. ഈ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജുബൈർ തങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം വൈകിയ സമയത്ത് അധികമായി സംസാരിക്കുന്ന എനിക്ക് സംഘാടകരോട് പറയാനുള്ളത്, പുറത്ത് പറയുന്നത് ആശംസ ഉദ്ഘാടനം പരിപാടികൾ, ഇത്തരം പരിപാടികൾ മാറ്റി അത്രയും സമയം നഷ്ടപ്പെട്ടു. നമ്മളെ ഇന്നത്തെ ഉദ്ഘാടകന്റെ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു, ഞാൻ സംശയമില്ല. പറഞ്ഞു തന്നതിൽ മുമ്പ് ഉണ്ടായിരുന്നു. അതെ, അപ്പം അതുകൊണ്ട് ഈ ആശംസകളും ഇതൊക്കെ ഉണ്ട്. ഇത്തരം പരിപാടികളും എന്ത് ചെയ്യുക, മാറ്റി വെക്കുകയും നമ്മൾ യോഗത്തിലേക്ക് ഇപ്പോൾ 10 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണെങ്കിൽ നിർബന്ധമായി 9:30 റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു കർക്കശ സമീപനം വേണം. എന്നാൽ
സമയബന്ധിതമായി പരിപാടി നടത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അത് അല്ലാതെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ വന്നവരൊക്കെ നേരത്തെ വന്നവരൊക്കെ എന്താണ് വിഡ്ഢികളാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം അത് നമ്മൾ സംഘാടകർ, ഞാനടക്കമുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, എനിക്ക് ബഹുമാനപ്പെട്ട അസീസിനോടാണ് പറയാനുള്ളത്. ഇപ്പോൾ അറബി ടെക്സ്റ്റിലെ പദങ്ങളും അതിലെ എഴുത്ത് രീതിയും ഖുർആൻ്റെ എഴുത്ത് രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഖുർആൻ പഠനം ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി, കൂടുതൽ എളുപ്പമാക്കാൻ ആവശ്യമായ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ സംവിധാനിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അറബി ടെക്സ്റ്റിൽ തന്നെ അത് ചേർക്കാൻ പറ്റുമോ എന്ന് ഒരു ആലോചന നല്ലതാണ് എന്ന് ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്. ഈ പരിപാടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ ഉപകാരപ്രദമായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് ക്ലാസ് എടുത്ത ആളുകൾ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ഇനിയും വിജ്ഞാനപ്രദമായ അറിവ് സമ്പാദിക്കുവാനും അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീഖും സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ ബോർഡ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ ക്ലാസ് എടുത്ത ആളുകൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയും അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം അനുഗ്രഹീതമാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പുസ്തകം ഇവിടുന്ന് വാങ്ങിയ ആളുകൾ അത് തിരിച്ച് കൊടുക്കണമെന്ന് പ്രത്യേകം ഉണ്ട്. നമ്മൾ ടീച്ചേഴ്സ് ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ ഇനി ലോകത്തല്ലാത്ത മറ്റു വിഷയങ്ങൾ ഇതേപോലെ ഒരു ഓറിയന്റേഷൻ ആവശ്യം വേണമെന്ന് പറഞ്ഞല്ലോ. ഇൻഷാല്ലാ നിങ്ങൾ അങ്ങനെ എല്ലാവരും ആവശ്യപ്പെടുന്നു. ഈ വർഷം അവസാനം നമുക്ക് ഇൻഷാല്ലാ അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ് നടത്താൻ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.